സർവീസിൽ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടെസ്റ്റ് ചെയ്താൽ എന്താ ടെസ്റ്റിന് വരുന്നത്, എന്താ ഉള്ളതെന്നൊക്കെ പറഞ്ഞുതരാം. അടച്ചുകൊണ്ട് പറഞ്ഞോളൂ. കണ്ണുകൾ നിങ്ങൾക്ക് കിട്ടിയ ഫ്രണ്ടിന്റെ കൈകൾ പ്രസ് ചെയ്തുകൊണ്ട് അയാളുടെ മുഖത്തേക്കോ അല്ലെങ്കിൽ അടുത്ത് നിന്നുകൊണ്ട് അയാളോട് നിങ്ങൾ പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ പോസിറ്റീവായിട്ട് പറയുക. എനിക്കുറപ്പുണ്ട് ഇന്റർവ്യൂവിൽ ഞാൻ മികച്ച പ്രകടനം കാഴ്ചവെക്കും. എനിക്കുറപ്പുണ്ട്. ഞാൻ പെരിന്തൽമണ്ണയിൽ നിന്നാണ് വരുന്നത്. മഞ്ചേരിയിൽ വെച്ച് നടന്ന ആ ഒരു ക്യാമ്പിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനുശേഷം എയ്സിൻ്റെ ക്ലാസ് വളരെ നല്ല ക്ലാസ്സായിരുന്നു മഞ്ചേരിയിൽ വെച്ച് നടന്നത് എന്ന് എൻ്റെ പല ഫ്രണ്ട്സും പറഞ്ഞ് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഞാനിവിടെ എത്തിയതാണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ അത് വളരെ നല്ല ക്ലാസ്സായിരുന്നു. ഇതുവരെ ഞാൻ 1-2 ക്ലാസ്സുകൾ ക്യാമ്പൊക്കെ ഇതിന് മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ മികച്ചതായിട്ട് തോന്നി. 2 ദിവസത്തെ ക്ലാസ്സിലും വളരെ മികച്ച 3 ടീച്ചേഴ്സാണ് ഞങ്ങൾക്ക് എടുത്തത്. അവരിൽ ഈ 2ാമത്തെ ദിവസം കഴിഞ്ഞു പോകുമ്പോൾ വളരെ കോൺഫിഡൻറ്റോടു കൂടെയാണ് ഇവിടുന്ന് ഇറങ്ങണത്. ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ പാസ്സായ ഒരു ഫീല്, ജോലി അഡ്വൈസൊക്കെ കയ്യിൽ കിട്ടിയ ഒരു ഫീലോടെയാണ് പോണത്. വളരെ നല്ല ക്ലാസ്സായിരുന്നു. ഇനി വരുന്ന മോക്ക് ഇൻ്റർവ്യൂ ഇതുപോലെ മികച്ചതാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ മുതൽ എയ്സിൽ എപ്പോഴാണ് ഒരു ഇൻ്റർവ്യൂ ക്ലാസ് തുടങ്ങുന്നതെന്നുള്ള ആ ഒരു വെയിറ്റിങ്ങിലായിരുന്നു. അങ്ങനെയാണ് നമ്മളെ 16-17 തീയതികളിൽ കോഴിക്കോട് എയ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ക്ലാസ് ഉണ്ട് എന്നറിഞ്ഞത്. അപ്പം മുതൽ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ വളരെ മികച്ചൊരു ക്ലാസ്സായിരുന്നു. ശിവരാജൻ സാറിൻ്റെ ക്ലാസ്സും അതുപോലെ തന്നെ അതിന് ശേഷം എടുത്ത സാറിൻ്റെ ക്ലാസ്സൊക്കെ അടിപൊളി ക്ലാസ്സായിരുന്നു. ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടി. എന്തായാലും ഇനിയൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പം നമ്മൾ ഇൻ്റർവ്യൂ ഹാളിലേക്ക് കയറുമ്പോൾ മുതൽ ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ വരെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ ഉപകാരപ്രദമാണ്. ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോണായിട്ട് എടുത്തിട്ട് ഇനി വരുന്ന ഇൻ്റർവ്യൂ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിശ്വാസമുണ്ട്. PPE കൊടുക്കാൻ വന്ന സമയത്ത് എന്താ പറയുക, അത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു വിശ്വാസമില്ലാണ്ട് കൊടുത്ത് ശരിക്കും പറയുകയാണെങ്കിൽ. ഇപ്പോൾ എയ്സ് ചേർന്ന സമയത്ത് നല്ല അടിപൊളി ക്ലാസ്സും ടീച്ചർമാരുള്ളതുകൊണ്ടാണ് അത് ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. അതിൽ തന്നെ ഈ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ വരാത്തതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ എയ്സിൻ്റെ ക്ലാസ്സിൻ്റെ പോസ്റ്റർ കണ്ടു. അങ്ങനെ അവിടെ വന്ന് നല്ല ക്ലാസ്സായിരുന്നു. കയറുന്നത് തൊട്ടിട്ട് ഇറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട്. എങ്ങനെയാണെന്ന് അറിയാത്തൊരു ടെൻഷൻ എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് മാറിയിട്ട് കുറച്ചൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റി. വളരെ നല്ല ക്ലാസ്സായിരുന്നു. ഇൻ്റർവ്യൂ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റി. ഇന്നത്തെ ക്ലാസ് നല്ല ഗംഭീരമായിരുന്നു. പിന്നെ 2 സെക്ഷനായി നടത്തിയ ശിവരാജ് സാറ് ഒരുപാട് ബുക്സൊക്കെ എഴുതിയുണ്ട്. സാറിൻ്റെ വിലപ്പെട്ട കാര്യങ്ങളൊക്കെ അതും കിട്ടി. പിന്നെ ഉച്ചയ്ക്ക് ശേഷം സഫറുള്ള സാറ് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളും പിന്നെ കുറേ ഇൻ്റർവ്യൂ ബോർഡിൽ ഇരുന്ന ആളും പിന്നെ സാറിൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഇനി പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു മാക്സിമം നമുക്ക് ഔട്ട്പുട്ട് സാർ തന്നിട്ടുണ്ട്. ക്ലാസ് നന്നായിരുന്നു. ഒരു ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യാന്നുള്ളത് ഏകദേശം ക്ലാസ്സിന് ഒരു ഐഡിയ ഉണ്ടായി. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി ചെയ്യണം, ഇതുവരെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ശരിക്കും കറക്റ്റായിട്ട് ഒരു ഇൻ്റർവ്യൂവിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി. ഇന്നത്തെ ഇൻ്റർവ്യൂ സെക്ഷൻ വളരെ ഗുഡായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിലും നന്നായിട്ട് ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് വരാൻ വലിയൊരു ഘടകമായിട്ടുണ്ട്. പിന്നെ മറ്റുള്ള ഈ ഇൻ്റർവ്യൂ സെക്ഷൻ അപേക്ഷിച്ചിട്ട് എയ്സിൻ്റെത് ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ക്ലാസ്സുകൾ വളരെ നല്ല ഇൻ്റർവ്യൂ സെക്ഷനായിരുന്നു. ഞാൻ എയ്സിൻ്റെ മഞ്ചേരിയിലുള്ള റെസിഡൻഷ്യൽ ക്യാമ്പിലുള്ള ഒരു ഭാഗമായിട്ട് അവിടെ ഇരുന്ന് 1 മാസം കൊണ്ട് പഠിച്ചതാണ്. ഇതിൻ്റെ മുന്നേ ഞാൻ അതേപോലെ തന്നെ ഇപ്പോൾ നിലവിലൊരു എയ്ഡഡ് വിദ്യാലയത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകനാണ്. വളരെ നല്ല ക്ലാസ്സായിരുന്നു. ഇന്നത്തെ ഇൻ്റർവ്യൂ സെക്ഷൻ വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ വേണ്ടി കുറച്ചുകൂടി ഒരു നല്ല കോൺഫിഡൻസ് ഇന്നത്തെ ക്ലാസ്സിന് കിട്ടിയിട്ടുണ്ട്. ക്ലാസ് അടിപൊളിയായിരുന്നു. ഇൻ്റർവ്യൂവിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് വിശ്വാസം. നല്ല ക്ലാസ്സായിരുന്നു. എന്തായാലും ഇൻ്റർവ്യൂവിൽ മുന്നേറ്റം നടത്താനാവുന്നതാണ് ഈ ക്ലാസ് കൊണ്ട് മനസ്സിലാകുന്നത്. കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന മികച്ച അധ്യാപകരായിട്ട് നിങ്ങൾ മാറട്ടെ. ഓക്കെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.